ആ ഒരു 1 ലക്ഷം രൂപ വ്യത്യാസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അഡ്വഞ്ചർ 390 എടുക്കണം? രണ്ട് വണ്ടിക്കും 200 mm തന്നെയാണ്, റിയർ 205 mm ആണ്, ജസ്റ്റ് ഒരു 5 mm വ്യത്യാസമുള്ളൂ. അന്യായ പവറോട്ടോ. വാവ്, വാട്ട് എ കം ബാക്ക് ഫ്രം റോയൽ എൻഫീൽഡ്. ഓ നല്ല പവർ ഉണ്ട് കേട്ടോ. What's happening people, this is Kochi Machan and welcome back to another vlog. So എന്തായാലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390യുടെ ഏറ്റവും ടോപ്പ് സ്പെക്ക് വേരിയൻ്റ്, അതായത് ട്യൂബ്ലെസ് വീൽസ്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ABS, കോർണറിങ് ABS, ക്രൂസ് കൺട്രോൾ എല്ലാം ഉള്ള ഒരു വണ്ടിയും നമ്മുടെ ഹിമാലയൻ്റെ ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വിത്ത് എക്സ്ട്രാ നമുക്ക് അഡ്വഞ്ചർ വൈസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ഇതിൻ്റെ രണ്ടൊരു കമ്പാരിസൺ, ഒരു ക്വിക്ക് കമ്പാരിസൺ അല്ലേ. നിങ്ങളിപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്ക് നോക്കുവാണെങ്കിൽ എങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വിലയിലാണ് ഫസ്റ്റ് കാര്യം തന്നെ. അത് 4,86,000 രൂപ, 87,000 രൂപ വരും. ഇത് 3,82,000 രൂപ ഓൺ റോഡ് പ്രൈസ് ആട്ടോ. പക്ഷേ ആ ഒരു 1 ലക്ഷം രൂപ വ്യത്യാസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അഡ്വഞ്ചർ 390 എടുക്കണം? ആ ഒരു 1 ലക്ഷം രൂപ വ്യത്യാസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അഡ്വഞ്ചർ 390 എടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിമാലയൻ എടുക്കണം? അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോയ്ക്കും 2 വണ്ടിയും ഓടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷേ ആദ്യം തന്നെ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ് കുറച്ച് പറഞ്ഞുതരാം. സോ ദിസ് ഈസ് എ ഹിമാലയൻ ഷെർപ്പ 452 എഞ്ചിനോടെ വന്ന നമ്മുടെ ഹിമാലയൻ 450. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ 40 PHP ആൻഡ് 40 Nm ഓഫ് ടോർക്കാണ്. ആ ടോർക്ക് 5000 RPM മുതൽ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിരിക്കും. 5000 RPM ഫുള്ളി അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഫ്രണ്ട് 21 ഇഞ്ച് വീൽസ് ആണ്. ഇത് ട്യൂബ്ലെസ് നമുക്ക് ആക്കാൻ പറ്റും. 12,500 rupees കൊടുത്താൽ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ്. ഫ്രണ്ട് നമുക്ക് 320 mm ഡിസ്ക് വിത്ത് ABS ആണ്. നമുക്ക് ABS സ്വിച്ചബിൾ ആണ്, ABS ഓഫ് ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, ബാക്കിയെല്ലാം റോ പവർഡ് ഹിമാലയൻ എന്ന് തന്നെ നമുക്ക് പറയാം. സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇത് വന്നേക്കുന്നത്. ഫ്രണ്ട് നമുക്ക് LED ഹെഡ് ലാംപ്സ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ആവറേജ്. അപ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ അഡ്വഞ്ചർ 390 അല്ല, എന്താ ആ ഒരു ഡാക്കാർ എഡിഷൻ അല്ലെങ്കിൽ ആ ഡാക്കാർ വണ്ടിയിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കാണ്. മാരക റോഡ് പ്രസൻസ് ആണ്, ഒന്നും പറയാനില്ല. അന്യ റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ അഡ്വഞ്ചർ 390 ഏറ്റവും പുതിയത്. അത് കൂടാണ്ട് ഓടിക്കുമ്പോഴായാലും ഭയങ്കര രസമാണ്, ഭയങ്കര ലൈറ്റ് കുറച്ചുകൂടെ നിമ്പിളാണ്, നല്ല രസമുണ്ട്. ലോയിൻ്റെ ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. 3rd ഗിയറിലൊക്കെ ഭയങ്കര സ്ലോ പോയാലും കൈ കൊടുത്താലും വണ്ടി ലാഗൊന്നും ഇല്ല. അതൊക്കെ ഞാൻ ഓടിക്കുമ്പോൾ പറയാം. യെസ്, 21 ഇഞ്ച് ട്യൂബ്ലെസ് വീൽസാണ് ഇതിന് സ്റ്റോക്ക് തന്നെ വന്നത്. 320 mm ഡിസ്ക്, ഫുള്ളി അഡ്ജസ്റ്റബിൾ. നമുക്ക് WPയുടെ സസ്പെൻഷൻ ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാണ്ട് LED ഹെഡ് ലാംപ്സ്, നമുക്ക് 2 LED ഹെഡ് ലാംപ്സ് വിത്ത് DRLs, നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ബെറ്റർ, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഏറ്റവും പുതിയ LC4C എഞ്ചിനാണ്. ദിസ് ഈസ് പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 46 PS ആൻഡ് 39 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇതിന് എക്സോസ്റ്റ് വന്നേക്കുന്നത് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. ആ ഒരു നമ്മൾ റിയർ സസ്പെൻഷനും അഡ്ജസ്റ്റബിൾ ആണ്. അതിന് റിയർ ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണെങ്കിൽ ഇത് ലിങ്ക് ടൈപ്പ് അല്ല, ഡയറക്റ്റ് സ്വിംഗ് ആമിലാണ്. ബട്ട് ഇതും നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ, 20 ക്ലിക്ക് അഡ്ജസ്റ്റബിൾ. ഫ്രണ്ട് നമുക്ക് 30 ക്ലിക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അതിൽ നമുക്ക് പ്രീലോഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഹിമാലയനിൽ. പക്ഷേ ചെറിയൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത്. രണ്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ബട്ട് യെസ്, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390. ഇത് സ്റ്റിക്കർ അല്ല കേട്ടോ, ഇതൊന്നും സ്റ്റിക്കറല്ല. ഇത് പൊളിച്ചാതൊന്നും അയ്യോ പേടിച്ചു, ഞാൻ പൊളിച്ചാൽ പോലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊളിഞ്ഞു. അപ്പോൾ ഇത് സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ മോൾഡാക്കി എടുത്തേക്കണാണ്. അപ്പോൾ ദാറ്റ്സ് നോട്ട് എ സ്റ്റിക്കർ. അത് കിള്ളിയാലും അതിൻ്റെ അകത്ത് ബ്ലാക്ക് തന്നെയായിരിക്കും. ആ KTM കിള്ളി കളഞ്ഞാലും ആ KTM അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഒരു പാനൽസാണ് ഇതിന് കൊടുത്തേക്കണേ. ടാങ്ക് നോക്കാൻ പോയാൽ നമുക്ക് 15 ലിറ്റേഴ്സാണ് ടാങ്ക്, അതിൻ്റെ 17 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ ബെറ്റർ ടൂറിങ് അതിലായിരിക്കും കുറച്ചും കൂടെ സൈസ് നമുക്ക് തോന്നിക്കാൻ പോണത്. ഫ്രണ്ടിൽ നിന്ന് സൈസ് തോന്നിക്കാൻ പോണത് എന്തായാലും നമ്മുടെ അഡ്വഞ്ചർ 390 തന്നെയാണ്. ഹിമാലയനെക്കാട്ടും നോക്കാൻ പോയാൽ അഡ്വഞ്ചർ 390 കുറച്ചും കൂടെ സൈസ് തോന്നിക്കണം. പക്ഷേ ഈ സൈഡിൽ നോക്കിയാൽ അഡ്വഞ്ചർ 390 ഭയങ്കര ചെറുതാട്ടോ. ഹിമാലയൻ നല്ല സൈസ് ഉണ്ട്. ബാക്ക് സീറ്റൊക്കെ ഭയങ്കര ചെറുതാണ്. പില്ലിയൻ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം കംഫർട്ട് ഉണ്ടാവുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഹിമാലയൻ്റെ ആ സീറ്റ് കണ്ടോ, ആ കാണുമ്പോൾ തന്നെ ഇരുന്ന് ഓടിക്കാൻ തോന്നും. അത്ര കംഫർട്ടബിൾ സീറ്റാണ് ഹിമാലയൻ 450യുടെ. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. പില്ലിയനായാലും റൈഡറിനായാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തേക്കുന്നത്. റിയറിൽ നമുക്ക് 2 വണ്ടിക്കും 17 ഇഞ്ച് വീൽസാണ് വിത്ത് ABS, 240 mm ഡിസ്ക് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇതിന് പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ABS, കോർണറിങ് ക്രൂസ് കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ബട്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്ക് മോഡ്സ്, നമുക്ക് ഓഫ് റോഡ് ABS ഉണ്ട്. പിന്നെ നമുക്ക് നാവിഗേഷൻ ഉണ്ട്, കണക്ട് ചെയ്യാം. അതിലും നമുക്ക് നാവിഗേഷൻ ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ഡിസ്പ്ലേ നിങ്ങൾക്ക് 2 വണ്ടിയുടെയും കാണിച്ചു തരാം. ഇതാണ് ഡിസ്പ്ലേ വന്നെ കേട്ടോ.
ആ ഒരു റൗണ്ട് TFT ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് മിറർ ചെയ്യാം, ഫോൺ കണക്ട് ചെയ്യാം. ഫോൺ കണക്ട് ചെയ്ത് ഗൂഗിൾ മാപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. വളരെ ബേസിക്കാണ്, ബട്ട് നല്ല വിസിബിളാണ്. നല്ല വലുതായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും അത്യാവശ്യം നല്ല വിസിബിളായിട്ട് കാണിക്കുന്ന ഒരു കൺസോളാണ് നമ്മുടെ ഹിമാലയൻ്റെ. കണ്ടോ, ഷോവയുടെ സസ്പെൻഷനാണ്, അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ്. കണ്ടോ, ഇങ്ങനെ നോക്കിയാൽ ഹിമാലയനാണ് സൈസ്, ബട്ട് ഇങ്ങനെ നോക്കിയാൽ ADVക്ക് സൈസ് കുറവാട്ടോ. കാര്യം ബാക്ക് സൈഡിൽ നോക്കിയാൽ ഹിമാലയൻ കുറച്ചുകൂടി വലിയ വണ്ടിയായിട്ട് തോന്നും. ADV കുറച്ചും കൂടി സ്ലീക്ക് ഡിസൈനായിട്ട്, ബാക്ക് കണ്ടോ ടൈലൊക്കെ ഭയങ്കര സ്ലീക്കായിട്ടാണ് ചെയ്തേക്കണത്. അങ്ങനത്തെ ഒരു ഡിസൈനായിട്ട് നമുക്ക് ADVയുടെ തോന്നും. സ്വിച്ച് ഗിയേഴ്സ് നിറഞ്ഞിരിക്കണം ഇവിടെ. അപ്പോൾ ജസ്റ്റ് മീറ്റർ ഓണായി കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പുതിയ ഒരു ഡിസ്പ്ലേ. അത്യാവശ്യം നല്ല വിസിബിളാണ്. കുറേ ഫീച്ചേഴ്സ്, മോഡ്സ് കാര്യങ്ങളുണ്ട്. ഇതാണ് ആ ടോഗിൾ ബട്ടൺ, ക്രൂസ് കൺട്രോൾ പ്ലസ് മൈനസ് ബട്ടൺ കണ്ടോ. ഇത് ഹോണ്, ഇത് നമുക്ക് ക്വിക്ക് ഫംഗ്ഷൻ ബട്ടനാണ്. ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഇവിടെ കിൽ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് USB ചാർജിങ് ഓപ്ഷനും ഈ ഒരു വണ്ടിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മീറ്റർ. നമ്മൾ കണ്ടോ, ക്വിക്ക് ഷിഫ്റ്റർ, നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ABS മോഡ്സ്, അങ്ങനത്തെ കുറേ മോഡ്സും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. റൈഡ് മോഡ്സിൽ നമുക്ക് ഓഫ് റോഡ് മോഡുണ്ട്, റെയിൻ മോഡുണ്ട്, സ്ട്രീറ്റ് മോഡുണ്ട്. അപ്പോൾ ഇത്രയും മോഡ്സാണ് ഈ ഒരു ADVയിലുള്ള. അപ്പോൾ അത്യാവശ്യം നല്ല കൺസോളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിക്കാൻ കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിന് 237 mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ ഇങ്ങനെ ഒന്നെടുത്ത് കാണിച്ചു തരാം. 237 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ അതിൻ്റെ 230 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ട് രണ്ട് സസ്പെൻഷനും രണ്ട് വണ്ടിക്കും 200 mm തന്നെയാണ്. റിയർ 205 mm ആണ്. ജസ്റ്റ് ഒരു 5 mm വ്യത്യാസമുള്ളൂ. സസ്പെൻഷൻ ട്രാവൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ഇല്ല. അതാണ് സസ്പെൻഷൻ്റെ അകത്ത് വ്യത്യാസം. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു, ഇത് 182 kg ആണ് കർവ് വെയിറ്റ് എങ്കിൽ അത് 196 kg ആണ് കർവ് വെയിറ്റ്. സീറ്റ് ഹൈറ്റും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 830 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. ഭയങ്കര ഈസിയാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. അങ്ങനെ വെയിറ്റോ കാര്യങ്ങളൊന്നും തോന്നിക്കില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുത്ത് പൊക്കി വെക്കാം. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഹാഫ് ഫുട്ടാണ്. ഐ ആം പ്രിറ്റി മച്ച് കംഫർട്ടബിൾ ഇൻ ദിസ് പൊസിഷൻ. അപ്പോൾ ഇതാണ് ആ ടാങ്കിൻ്റെ ഒരു പൊസിഷൻ കണ്ടത്. നല്ല ഈസി, ഭയങ്കര സ്ലീക്ക് ഡിസൈനാണ്. ഞാൻ ഇനി ജസ്റ്റ് നമ്മുടെ ഹിമാലയനിൽ കയറിയിരിക്കാം. ഹിമാലയൻ ഞാൻ ഇപ്പോൾ ഒരു കല്ലിലാണ് വെച്ചേക്കണേ, വേറെ ഒന്നുമല്ല. ഇത് കല്ലിൽ നിന്ന് ഞാൻ മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ചരിഞ്ഞാൽ വണ്ടി ഇരിക്കണേ, അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, കാര്യം അത്രയും ചരിഞ്ഞിരിക്കണുണ്ട്. ബട്ട് യെസ്, ഇതാണ് ആ ഹിമാലയൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ കേട്ടോ. ആ മാസീവ് ടാങ്കും, പക്ഷേ ഇതും സ്ലീക്കാണ് കേട്ടോ. നമുക്ക് ആ ടാങ്കിൻ്റെ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ഇതും ഈ ഭാഗമൊക്കെ സ്ലീക്കായിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ജസ്റ്റ് എത്താറായിട്ടാണ്, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഫുഡ് പെക്സ് നമ്മുടെ നേരെ താഴെ ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടും നല്ല അപ്രൈറ്റ്, നല്ല കംഫർട്ടബിളായി റൈഡിങ് പൊസിഷനിലാണ് നമ്മുടെ ഹിമാലയൻ ഇരിക്കണേ. അപ്പോൾ ജസ്റ്റ് രണ്ട് വണ്ടിയുടെയും എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. സോ ദിസ് ഈസ് ദ ഹിമാലയൻ. ഓക്കെ, ഇനി നമുക്ക് 390 ആക്കാം. ഇതാണ് സൗണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് റൈഡ് ഇറ്റ്. 390 തന്നെ ആദ്യം ഓടിച്ചേക്കാം. ഇതിൻ്റെ റിവ്യൂ വീഡിയോ അടുത്തതായിരിക്കും കാണാൻ പോണ. കാര്യം പെട്ടെന്ന് എനിക്കൊന്ന് എല്ലാവരും റിവ്യൂ വീഡിയോ ഉണ്ട്, പക്ഷേ ഒരു കമ്പാരിസൺ വീഡിയോ അങ്ങനെ എല്ലാവർക്കും. എനിക്കും ഒരു ഡൗട്ടുണ്ട്, ഹിമാലയൻ എടുക്കുമോ അല്ലെങ്കിൽ അഡ്വഞ്ചർ 390 എടുക്കുമോ, അത് നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, അയ്യോ സോറി, നമ്മുടെ ഓഫ് റോഡ്, അയ്യോ അതല്ലല്ലോ ഓഫ് റോഡ്, റൈഡ് മോഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് റെയിൻ ഓഫ് റോഡ് മോഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ABS റിയർ ഓഫാണ്, ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സസ്പെൻഷൻ ഏതിലാണ് കിടക്കണത്? ഇതെന്താ ഇത്ര ഹാർഡ്, ഭയങ്കര ഹാർഡായിട്ടാണ് സസ്പെൻഷൻ കിടക്കണത്. അപ്പോൾ ഇതാണ് ഓഫ് റോഡ് മോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓഫ് റോഡ് മോഡിലുള്ള ആ ഒരു മീറ്ററിൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഭയങ്കര നിമ്പിളാട്ടോ, ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ വെയിറ്റോ കാര്യങ്ങളോ, പക്ഷേ ഫ്രണ്ട് എനിക്ക് ഇത്രയും വലിയൊരു സാധനം ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ഡാക്കാർ സ്റ്റൈൽ ഇതെന്നൊക്കെ പറയാം. പക്ഷേ യെസ്, ഇറ്റ്സ് കംഫർട്ടബിൾ, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. റിയറിൽ ABS ഓഫെന്ന് ഞാൻ പറയില്ല, ബട്ട് ഉണ്ട്, എവിടെയൊക്കെയോ ഒരു ABS ഉണ്ട്. കണ്ടോ, അതിപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇതൊക്കെ ചാടി തുള്ളി പോകണ്ട്.
നമ്മുടെ ഓഫ് റോഡൊക്കെ പോയി ഗൈസ്. പക്ഷെ ഭയങ്കര വൈബ്രേഷനാട്ടോ. ഫുഡ് പെഗ്സ് വെറുതെ വിറച്ച് കാലൊക്കെ ഇക്കിളി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാലൊക്കെ വെറുതെ ഇക്കിളി ആവണതാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര ഒരു വൈബ്രേഷനാണ്. ഞാൻ ജസ്റ്റ് മോഡ് മാറ്റിയിട്ട് ഏത് RPM-ലാണ് കൂടുതൽ കിട്ടണമെന്ന് നോക്കാം. റണ്ണിങ്ങിലൊക്കെ മോഡ് മാറാട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു 4000 5000 RPM ആകുമ്പോഴത്തേക്കും ഫുള്ള് ഒരു ഫുഡ് പെഗിനോട് ഭയങ്കര വൈബ്രേഷൻ കേട്ടോ. ബാക്കൊക്കെ തെന്നി പോകണതാണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിലും നമുക്ക് ഓഫ് റോഡിൽ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാക്ഷൻ കുറച്ച് ഓഫായിരിക്കും. കംഫർട്ടബിളാണ് സീറ്റ്, പക്ഷേ ഹാർഡാട്ടോ. സീറ്റ് അത്ര കംഫർട്ടബിൾ എന്ന് പറയില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു എഴുന്നേറ്റിക്കാൻ വേണ്ടിയുള്ള സീറ്റ് ഉണ്ടാക്കിയേക്കണ പോലെ ഉണ്ട്. എഴുന്നേറ്റിക്കാനുള്ള സീറ്റാന്ന് തോന്നുന്നു അവരുണ്ടാക്കിയേക്കണത്. ഇരിക്കണ്ട അധികം, നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മതി. അപ്പോൾ സീറ്റ് അത്ര കംഫർട്ടബിൾ എന്ന് ഞാൻ പറയില്ല. ഒരു റാലി ടൈപ്പ് സീറ്റാണ് എനിക്ക് തോന്നിയത്. കാല് ഭയങ്കര വൈബ്രേഷൻ ആട്ടോ. ഇവിടെ ചേട്ടന്മാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഓഫ് റോഡ് യെസ് കംഫർട്ടബിളാണ്. ഞാൻ ഇപ്പോൾ 3rd ഗിയറിലാണെങ്കിലും പെട്ടെന്ന് വണ്ടി അങ്ങനെ സ്റ്റോളൊന്നും ആവില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെറിയ ടെക്നിക്കൽ ട്രാക്സ് ഒക്കെ ആണെങ്കിൽ ഇതിന് ക്രോൾ ഫീച്ചറൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഗിയറിട്ട് ക്ലച്ച് വിട്ടാൽ മതി, വണ്ടി തന്നെ പിടിച്ച് ക്രോൾ ചെയ്ത് പോകും, ഓഫ് ആവാണ്ട്. ഫസ്റ്റ് ഗിയറിലാണെന്ന് തോന്നുന്നു അതുള്ളത്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്തേക്കാം. അത് ഉണ്ടോ, ഫസ്റ്റ് ഗിയറിലാണെങ്കിലും അങ്ങനെ ഓഫായി പോകില്ല. നമ്മൾ ത്രോട്ടിൽ കൊടുത്തില്ലെങ്കിലും വണ്ടി ഓഫായി പോകണില്ല. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഞാൻ ജസ്റ്റ് നിർത്തിയിട്ടിട്ട് ഒന്ന് നോക്കാം. കണ്ടോ, കയറ്റമാണ്, പക്ഷെ എന്നാലും വണ്ടി തന്നെ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട്. കൊള്ളാം. ആ പവർ നല്ല പവർ, നല്ല ലോ ആൻഡ് ടോർക്കൊക്കെ നല്ല രസമുണ്ട്. ആകെ ചെറിയൊരു വൈബ്രേഷൻ ഒന്ന് സഹിച്ചാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. ഒരു സീനില്ല. ഓഫ് റോഡൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ക്രൂസ് കൺട്രോളൊക്കെ നമുക്ക് ഹൈവേ പോയാലും നല്ലൊരു ക്രൂസ് കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് ഹൈവേ റൈഡിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ബ്രേക്സ് ആർ ഓൾസോ പ്രിറ്റി മച്ച് കംഫർട്ടബിൾ. നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. റോഡിലും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അന്യായ പവറാണ്. വാരി എറിയണതാണ്. ആ ഒരു പെർട്ടിക്കുലർ എനിക്ക് തന്നെ 4000 3000 RPM കഴിയുമ്പോൾ തന്നെ വണ്ടി എടുത്ത് എറിയണതാണ്. ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹാർഡർ സൈഡിലാണ് സസ്പെൻഷൻ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ മേത്തേക്ക് ചെറിയ അടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓ അക്രമേഷ് കൊള്ളാം. നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ. ഫൺ ടു റൈഡ്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടോ? ക്വിക്ക് ഷിഫ്റ്റർ വെറുതെ മാരകം അടിപൊളിയായിട്ടുണ്ട് ക്വിക്ക് ഷിഫ്റ്ററെ. സോ ലെറ്റ്സ് ഗോ ടു റോഡ് മോഡ്. റോഡ് എവിടെ? സ്ട്രീറ്റ്. ABS മോഡ് ഓഫ് റോഡിലാണെന്ന് തോന്നുന്നു. റോഡ്, യെസ് റോഡ് മോഡ്. കണ്ടോ, സെക്കൻഡിൽ ഞാൻ 3rd ഇട്ടോ. 3rd ഇട്ടാലും ക്രോൾ ഫീച്ചർ ഉണ്ടെന്ന് തോന്നണം. അതുകൊണ്ടാണ് 3rd പോകണം. പക്ഷേ അതേ കൈ കൊടുത്താലും കണ്ടോ നോക്കിങ് ഒന്നുമില്ല. അപ്പോൾ ആ ബോട്ടം എൻഡ് 390 ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. അപ്പോൾ വലിച്ചങ്ങ് കൊണ്ടുപോകാം കേട്ടോ. വണ്ടി വലിച്ചങ്ങ് കൊണ്ടുപോവാണ്. അതിനുള്ള പവറും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ യാ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗ്രേറ്റ്. കൊള്ളാം. നമുക്ക് ഇനി റോട്ടിലും കൂടെ നോക്കാം. റോട്ടിൽ ജസ്റ്റ് ഓടിക്കുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ജസ്റ്റ് എ കമ്പാരിസൺ വീഡിയോ. എങ്ങനെയുണ്ട് ഹിമാലയൻ ഓടിക്കാൻ, എങ്ങനെയുണ്ട് 390 ഓടിക്കാൻ, അഡ്വഞ്ചർ 390 ഓടിക്കാനായാലും. മിറേഴ്സൊക്കെ അത്യാവശ്യം സ്ട്രോങ് മിറേഴ്സാണ്. നല്ല രീതിയിൽ വിസിബിളാണ് മിറേഴ്സൊക്കെ. എനിക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റോഡ് പ്രസൻസ് കേട്ടോ. കാര്യം എല്ലാവരും നോക്കും ഈ വണ്ടി. കാര്യം അത്ര സൈസ്, ഫ്രണ്ടിൽ നിന്ന് അത്ര സൈസും തോന്നിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ടയേഴ്സ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. അത്യാവശ്യം ചെറിയ ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് ഓഫ് റോഡൊക്കെ കയറുമ്പോൾ. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഗ്രിപ്പാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ബട്ട് ഓവറോൾ ഇതിൻ്റെ പാക്കേജ് നോക്കുവാണെങ്കിൽ ഈ ഒരു 1 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് മോർ പവറാണ്, മോർ ബെറ്റർ സസ്പെൻഷൻ, ട്യൂബ്ലെസ് വീൽസ്, സ്റ്റോക്ക് തന്നെ ട്യൂബ്ലെസ് വീൽസ് കിട്ടും. ആൻഡ് ക്രൂസ് കൺട്രോൾ, ഇലക്ട്രോണിക്സ്, അത് ഇതെന്നുള്ള വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അഡ്വഞ്ചർ 390 കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ഹിമാലയൻ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്താണ് ഹിമാലയനും
അഡ്വഞ്ചർ 390 വ്യത്യാസം. ക്രൂസ് കൺട്രോൾ ഭയങ്കര എളുപ്പമാണ്. സ്വിച്ച് വെക്കുക, നമ്മൾ ക്രൂസ് കൺട്രോൾ ഓണാക്കുക, പ്ലസ് കൊടുക്കുക അല്ലെങ്കിൽ മൈനസ് കൊടുക്കുക. മൈനസ് കൊടുത്തപ്പോൾ ഇനി നമ്മൾ പ്ലസ് കൊടുത്താലും ഇൻക്രീസ് ചെയ്താലും തന്നെ താനെ കണ്ട ക്രൂസ് കൺട്രോളിലേക്ക് പോയി. ഞാൻ ത്രോട്ടിൽ കൊടുക്കണ്ട, 51 ആകുമ്പോഴത്തേക്കും ഉണ്ടാ അതിൽ തന്നെ ഇങ്ങനെ പൊക്കോളും. നമ്മളൊന്നും ചെയ്യണ്ട. കറക്റ്റ് സ്പീഡല്ലല്ലോ, 48 വന്നേക്കണേ. ഓക്കെ. എന്തോ അപ്പോൾ അതാണ് നമ്മുടെ ക്രൂസ് കൺട്രോൾ. അങ്ങനെയാണ് ക്രൂസ് കൺട്രോൾ വർക്ക് ആവണത്. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവണ്ടേ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. വൈബ്രേഷൻ അടിയിൽ നിന്ന് ഇങ്ങനെ ഇക്ലിയാക്കും. അതും ഹാൻഡിൽ ബാറിലോട്ടോ, വേറെ അവിടെ നിന്നും വൈബ്രേഷൻ ഇല്ല. അവിടെ നിന്നും ഹാൻഡിൽ ബാറിൽ നിന്നാണെങ്കിൽ കൂടുതലും വൈബ്രേഷൻസ് ഫീൽ ചെയ്യണത്. ആൻഡ് ന്യൂട്രൽ, ഫോൾസ് ന്യൂട്രൽ. ഓക്കേ, നമുക്കിവിടെ ഓനെ വെറുതെ സൂപ്പറായിട്ടാണ് ഹാൻഡിൽ ചെയ്യണേ. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോഞ്ച് കൺട്രോളൊക്കെ വേണം ഇതിൻ്റെ 390 ഉള്ളതിൽ. ലെറ്റ്സ് ഗോ. 3, 2, 1 ഗോ. ഇറ്റ്സ് ഫാസ്റ്റ്. പഴയതിനെക്കാട്ടും ഫാസ്റ്റാണെന്ന് വെച്ചാൽ യെസ് ഇറ്റ് ഈസ്. ഇതിൻ്റെ എക്സ് വേരിയൻ്റ് ഉണ്ട്, അത് നമ്മുടെ ഏകദേശം ഹിമാലയൻ്റെ അതേ റേറ്റാണ്. 1 ലക്ഷം രൂപ 70 ലക്ഷം രൂപ 70,000 രൂപയോളം വ്യത്യാസമുണ്ട്. അതിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇല്ല. 19 ഇഞ്ച് 17 ഇഞ്ച് വീൽസാണ്. 19-17 ആണ് അതിൻ്റെ വീൽ സൈസ് വന്നത്. പിന്നെ ബാക്കി ട്രാക്ഷൻ കൺട്രോൾ മത്താപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ടയേഴ്സ് വേറെ ആയിരിക്കും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവായിരിക്കും. സീറ്റ് ഹൈറ്റ് അതിന് കുറച്ച് കുറവായിരിക്കും. പക്ഷെ അത്രയും വില വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വില വ്യത്യാസമുണ്ട്. ഇതായിരുന്നു നമ്മുടെ അഡ്വഞ്ചർ 390 നമ്മൾ ഓടിച്ചത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഹിമാലയൻ ഓടിക്കാം. ഹിമാലയൻ നമുക്ക് ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ഇത്രയും ചരിഞ്ഞായിരിക്കണത്. 196 kg. ബട്ട് യെസ്, കുറച്ചും കൂടെ കംഫർട്ടബിളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സീറ്റൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ സീറ്റ് പിന്നെ പല കഷ്ണം ഇതുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ, ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ്. അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഹാർഡർ സെറ്റിങ്സിലാണ് കിടക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഇറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ്. സോ ലെറ്റ്സ് ഗോ. ട്രാക്ഷൻ കൺട്രോളൊന്നും ഇല്ല. ഇത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ വണ്ടി. ഈശ്വര, ആദ്യമായിട്ട് എനിക്ക് റോയൽ എൻഫീൽഡ് കുറച്ചും കൂടെ സ്മൂത്തറായി തോന്നണേ KTM കാട്ടും. ഈശ്വര, റോയൽ എൻഫീൽഡ് മച്ച് ഇംപ്രൂവ്ഡ്. മേത്തേക്ക് വൈബ്രേഷൻ ഇല്ല, ഫുട് പെക്സിലില്ല. ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ഹയർ RPMസിൽ. അങ്ങനെ ഹിമാലയൻ ഫീൽസ് മച്ച് സ്മൂത്തർ ദാൻ ദ ADV 390. ലെസ് വൈബ്രേഷൻ അറ്റ് ലോവർ RPMs. ചേട്ടൻ അങ്ങറ്റം വരണ്ട ചേട്ടൻ. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാം. ഭയങ്കര പൊടി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വഴി പോകുമ്പോൾ. അപ്പം ഞാൻ വെച്ചോ ആ ചേട്ടൻ പോട്ടെ ഫ്രണ്ടിലോട്ട്, അല്ലെങ്കിൽ വെറുതെ ആ ചേട്ടൻ്റെ ബുദ്ധിമുട്ടാവും പൊടിയൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു എക്സൈറ്റ്മെൻറ്റ്. ഞാനൊരു ഹിമാലയൻ ഫാനായിരുന്നു 411. പക്ഷേ ഇത് സ്മൂത്തർ ആൻഡ് ബെറ്റർ ഐ ഗസ്. ലോൻ്റെ ഒക്കെ ഭയങ്കര അടിപൊളിയാട്ടോ ഹിമാലയനെ. കണ്ടോ, ചെറിയ അടിപ്പൊക്കെ ഉണ്ട്. ഹിമാലയൻ്റെ ലോഞ്ചിനെക്കാട്ടും അടിപൊളി. എല്ലാം തിരിഞ്ഞു വരുവാണല്ലോ എൻ്റെ ഈശ്വര. പണ്ട് റോയൽ എൻഫീൽഡ് ആയിരുന്നു ലോൻ്റെ പവർ കൂടുതൽ. ഇപ്പോൾ ലോൻ്റെ ഹിമാലയൻ അടിക്കുന്നുണ്ട്. പക്ഷേ KTM 390 ലോൻ്റെ അടിപൊളിയായിട്ടുണ്ട്. വാവ്, വാട്ട് എ കം ബാക്ക് ഫ്രം റോയൽ എൻഫീൽഡ്. ആൻഡ് അവർ അവരുടെ സൈഡ്സൊക്കെ സ്വിച്ച് ചെയ്തു. ഇതിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. വാരി എറിയാനുള്ള പവർ നമ്മുടെ ഹിമാലയനും ഉണ്ട്. അതിനും ഒരു കുറവുമില്ല. ഹിമാലയൻ ഒട്ടും പുറകിലൊന്നും അല്ല കേട്ടോ, കുറച്ച് വെയിറ്റ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഹിമാലയനും അത്യാവശ്യം നല്ല പവർ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ വൈസും ഭയങ്കര കംഫർട്ടബിളാണ്. ഓഫ് റോഡ് ആയാലും അഡ്ജസ്റ്റബിൾ വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അഡ്ജസ്റ്റബിൾ നമുക്ക് സമയമെടുക്കും. നമ്മൾ പഠിച്ചൊക്കെ വരാൻ അഡ്ജസ്റ്റബിളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സമയമൊക്കെ എടുക്കും. പടിയാ
അല്ലേ നമ്മൾ പൊളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് പണ്ട് ഇതൊക്കെ. അപ്പോൾ അഡ്ജസ്റ്റബിൾ വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഹിമാലയന്. അഡ്ജസ്റ്റബിൾ ഈസ് നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അത് അറിയാവുന്നവർക്ക് നല്ലതാണ്, അറിയില്ലാത്തവർക്ക് എപ്പോഴും ബെറ്റർ സ്റ്റോക്കിൽ തന്നെ ട്യൂൺ ചെയ്ത് കിട്ടുന്ന സസ്പെൻഷനാണ് നമുക്ക് രസം. പക്ഷെ അത് പഠിക്കാം, അത് പഠിക്കാനും അതിൻ്റെ രസം വേറെയാണ്. യെസ്, ഓ മൈ ഗോഡ്. അപ്പോൾ സ്വിച്ചിങ് സൈഡ്സ്, റോയൽ എൻഫീൽഡ് ആൻഡ് KTM ആർ സ്വിച്ചിങ് സൈഡ്സ്. സത്യം പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. KTM ലോയിൻ്റെ അടിപൊളിയായപ്പോഴത്തേക്കും ഹിമാലയൻ്റെ ലോയിൻ്റെ പോയി. ബെറ്റർ പെർഫോമിങ്, വൈബ്രേഷൻസ് ഒക്കെ കുറവാണ്. ഓ നല്ല പവർ ഉണ്ട് കേട്ടോ ഹിമാലയന്, നല്ല പവർ ഉണ്ട്. പവറിലൊരു കുറവൊന്നും എനിക്ക് അതല്ല, നല്ല ടോർക്ക്, നല്ലോണം കയറി പോകുന്നുണ്ടോ, നല്ലോണം കയറി പോകുന്നുണ്ടോ വണ്ടി. നല്ല ഹൈ RPM-ലാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യണേ. നമ്മുടെ KTM-ലെ പോലെ ആ ഒരു മിഡ് റേഞ്ചിലൊന്നും നമുക്ക് താഴെ നിന്ന് വൈബ്രേഷൻസ് ഒന്നുമില്ല. ബിഗർ ടാങ്ക്, ബട്ട് എന്താ പറയുക, ബെറ്റർ കംഫർട്ട്. യെസ്, ഓബിയസ്ലി 390-നെക്കാട്ടും അഡ്വഞ്ചറിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ടബിളാണ് എനിക്ക് ഹിമാലയൻ തോന്നിയത്. ആ ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് നമുക്ക് ആക്കാം. ഒരു 12,500 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ഈ വണ്ടിക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു വിഷയമുള്ള കാര്യമില്ല, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. സെയിം ടയേഴ്സ് ഇടാം, ജസ്റ്റ് നമുക്ക് ആ സ്പോക്സ് വീൽസ് മാത്രം നമ്മൾ മാറിയാൽ മതി കേട്ടോ. ആൻഡ് ഹൈവേയിൽ യെസ്, ഐ ഹാവ് ഡൺ എ കപ്പിൾ ഓഫ് വീഡിയോസ്. ഞാൻ ടോപ്പ് സ്പീഡ് കയറുന്ന വീഡിയോ 165 ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡ് വണ്ടി കയറും. പക്ഷേ എനിക്ക് കേട്ടത് അഡ്വഞ്ചർ 300 ടോപ്പ് സ്പീഡ് ഇപ്രാവശ്യം കുറവാണെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ആ ബോട്ടമെൻ്റെ അടിപൊളിയായപ്പോഴത്തേക്കും ടോപ്പ് സ്പീഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മീറ്ററൊക്കെ അത്യാവശ്യം നല്ല വിസിബിളാണ്, നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് ബേസിക്, കുറേ ഫീച്ചേഴ്സൊന്നുമില്ല ഹിമാലയൻ. പക്ഷേ ആ 1 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. ആ 1 ലക്ഷം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ ആണ് നിങ്ങൾക്ക് ആ ഒരു അഡ്വഞ്ചർ 390 വിത്ത് ഫുൾ ഓഫ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ളതിലുള്ള 2 അഡ്വഞ്ചർ വണ്ടികളുടെയും ഒരു എന്താ പറയുക മെയിൻ കാര്യങ്ങൾ പറയാൻ പോയാട്ടോ. കാര്യം ഇതാണ് എനിക്ക് ഈ 2 വണ്ടികളെ പറ്റിയും പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിൽക്കണതിൽ ടോപ്പ് സ്പെക്ക് 2 വണ്ടികളാണ്. ഒരു അഡ്വഞ്ചർ 390 ആൻഡ് അവർ ഹിമാലയൻ 450. ഈ 2 വണ്ടികളാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബ്രേക്ക് വൈസ് ആയാലും അടിപൊളിയാണ്. ടയേഴ്സ് ഈസ് കൈൻഡ് ഓഫ് ഓക്കെ. 2 വണ്ടിയുടെയും ടയേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ എൻ്റെ വണ്ടികൾ ഉപയോഗിക്കണം മൊത്തം റേസിൻ്റെ ടയേഴ്സാണ്, റേസ് മോട്ടോ. അവരുടെ ഓഫ് റോഡ് ഡുവൽ പർപ്പസ് ടയേഴ്സൊക്കെ അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ലാത്ത ടയേഴ്സാണ് അവരുടെ. അത് ഉപയോഗിച്ചവർക്കും അറിയാം എന്താണ് റേസിൻ്റെ ടയേഴ്സിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. ടയേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും റേസ് ആണ് യൂസ് ചെയ്യണത് ഫോർ ഡുവൽ പർപ്പസ് ടയേഴ്സൊക്കെ നോക്കാൻ പോയാൽ. നമ്മുടെ പിന്നെ ഹിമാലയൻ എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു എൻജിൻ സൗണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കിണി മണി സൗണ്ടൊക്കെ ഹിമാലയനിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഹിമാലയനിൽ സർവീസ്, അടുത്തത് നമുക്ക് മെയിൻ കാര്യം സർവീസാണ്. സർവീസ് നമുക്ക് എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യാം. ലേയിലല്ല, നിങ്ങൾ ഏത് കാട്ടുമുക്കി പോയാലും നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടി സർവീസ് ചെയ്ത് കിട്ടും. പക്ഷേ ബാക്കി KTM-ൻ്റെ ഒക്കെ പണിയായിരിക്കും. ഭയങ്കര സ്മൂത്ത് കേട്ടോ, ഗിയർ ബോക്സൊക്കെ ഭയങ്കര സ്മൂത്താണ് ഹിമാലയൻ്റെ. അതിലൊന്നും സ്ലിപ്പർ ക്ലച്ചാണ്, 2 വണ്ടിക്കും സ്ലിപ്പർ ക്ലച്ചാണ്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നേക്കണം. അതിനൊന്നും ഒരു മാറ്റവും, അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം 2 വണ്ടിയും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ആകെ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് നമ്മുടെ 390ക്ക് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഉണ്ട് കേട്ടോ. സോ അതായിരുന്നു നമ്മുടെ 2 അഡ്വഞ്ചർ വണ്ടിയുടെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ. കമ്പാരിസൺ എന്ന് വെച്ചാൽ 2 വണ്ടി ഓടിച്ച് എന്തായാലും മെയിൻ വ്യത്യാസങ്ങൾ എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞേക്കണേ. നിങ്ങൾ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് ഒരു അഡ്വഞ്ചർ 390 എടുക്കണോ അല്ലെങ്കിൽ ഹിമാലയൻ 450 എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഡെയിലി യൂസിന് ഞാൻ പറയില്ല. കാര്യം സീറ്റ് വൈസ് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ വൈബ്രേഷൻ നമുക്ക് ഫുഡ് പെക്സ് ചെയ്യുന്നത്, അതും ലോവർ RPM-ൽ തന്നെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ബട്ട് സ്പീഡ് എടുക്കാനായാലും ഫീച്ചേഴ്സ് നോക്കാനായാലും കൺട്രോൾസ്, പിന്നെ ഭയങ്കര ഈസി ടു മെനൂവർ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ്, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ട്രെയിൽസും ഇത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പുണ്ടാവും ഈ ഒരു വണ്ടി എടുത്താൽ. പക്ഷേ നിങ്ങൾ എന്താ പറയുക ഒരു ഡെയിലി യൂസ് അല്ലെങ്കിൽ ലോങ് ടൂറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് മാറ്റിയാൽ പിന്നെയും കുറേയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം സീറ്റ് അതിന് വേണ്ടി ഉണ്ടാക്കുകയല്ല. പിന്നെ 14.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ മൈലേജ് ഏകദേശം നമ്മളൊരു 25-30 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ ടൂർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ട്യൂബ്ലെസ് സ്പോക്ക് വീൽസാണ്, നമുക്ക് അതിന് ടെൻഷനില്ല. പഞ്ചറായാലും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അത്ര അടിപൊളി ആണെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് അതുണ്ടെങ്കിൽ യു ക്യാൻ ലേൺ.
പക്ഷേ അതില്ലെങ്കിലും ഇല്ലാത്ത ഒരു വണ്ടിയാണ് നമ്മുടെ ഹിമാലയൻ. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് തന്നെ സസ്പെൻഷൻ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സീറ്റ് നോക്കാൻ പോയാൽ ഭയങ്കര കംഫർട്ടബിളാണ്, റൈഡിങ് പൊസിഷൻ നോക്കാൻ പോയാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ഹയർ RPM നമുക്ക് ഭയങ്കര വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ലോവർ RPMs ഫുഡ് പെക്സിനൊന്നും അങ്ങനത്തെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മച്ച് കംഫർട്ടബിളാണ് ഫോർ റൈഡർ ആൻഡ് ഫോർ പില്ലിയൻ ആയാലും രണ്ടും നമുക്ക് ഭയങ്കര മച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയൻസ് നോക്കാൻ പോയാലും സസ്പെൻഷൻ ഡ്രൈവ് നോക്കാൻ പോയാലും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അഡ്വഞ്ചർ 390 ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വേണമെന്നില്ല. ഇല്ലെങ്കിൽ സ്റ്റോക്ക് സെറ്റിങ്സ് തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഹിമാലയൻ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. സെയിം, പക്ഷേ ഇത് ട്യൂബ്ലെസ് ആക്കാൻ വേണ്ടി ഒരു 12,500 rupees നിങ്ങൾ എക്സ്ട്രാ മുടക്കുക. ഇത് നിങ്ങൾക്ക് സെയിം ടയർ തന്നെ നിങ്ങൾക്ക് വീൽസ് മാറി ഇടാൻ പറ്റും, ഒരു ട്യൂബ്ലെസ് വീൽസ് ആക്കാൻ പറ്റും. സോ അതായിരുന്നു രണ്ട് വണ്ടിയുടെയും. അപ്പോൾ വില നോക്കാൻ പോയാൽ ഇത് 4,87,000 രൂപയും ഇതിന് വന്നത് 3,82,000 രൂപ ഓൺ റോഡ്. അതായത് ഏകദേശം 1,05,000 രൂപയോളം ഈ രണ്ട് വണ്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബജറ്റ് ഫ്രണ്ട്ലി ഈസി ടു മെയിൻറ്റെയിൻ വണ്ടി നോക്കുവാണെങ്കിൽ ഞാൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 പറയുള്ളൂ. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫീച്ചർ ലോഡഡ് ക്വിക്ക് ഷിഫ്റ്റർ, കുറച്ച് മോഡേൺ ടെക്സിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, കോർണറിങ് ABS, ട്രാക്ഷൻ കൺട്രോൾ, ഇത് മത്താപ്പ് എല്ലാം വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അഡ്വഞ്ചർ 390 റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഇതൊരു നല്ല ഹൈ സ്പീഡ് ടൂറിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും നല്ല ഹൈ സ്പീഡ് ടൂറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അജൈൽ ആൻഡ് കുറച്ചും കൂടെ ഫാസ്റ്റർ നമുക്ക് അഡ്വഞ്ചർ 390 ആയിരിക്കും ഫീൽ ചെയ്യാൻ പോണേ. ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ലോങ് ടൂർസ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാം. അല്ലാണ്ട് അഗ്രസീവായിട്ട് ഓടിക്കാം, ബട്ട് മച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഹിമാലയൻ 450. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും, അത് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഈ അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് മറ്റേ സ്വന്തം ബൈ. എങ്ങനെ ഓടിച്ചിട്ട് ഇഷ്ടമായില്ലേ? ഒരു ഹിമാലയൻ ഓണറാണോ പറയണത് ഇഷ്ടമായില്ലാന്ന്? കംഫർട്ട്, യെസ്, അതാണ് ഞാൻ പറഞ്ഞ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ ഒന്ന് മാറിക്ക്, ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യട്ടെ. ദാറ്റ് ഈസ് ടോണിക്കുട്ടൻ. പണ്ട് 6R ചീറിപ്പായഞ്ഞ് നടന്ന ടോണിക്കുട്ടനാണ് ഇപ്പോൾ ഹിമാലയൻ എടുത്തിറങ്ങണം. 6R കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, 6R ഇപ്പോഴും ഉണ്ട്. ഹിമാലയൻ ഈസ് ഫോർ ഡെയിലി പേർപ്പസ്. എന്താണല്ലേ ലൈഫേ